ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു ദിവസമാണെങ്കിൽ അതിരാവിലെ തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പൂരിയും മസാലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ രേവതി. അപ്പം എല്ലാവർക്കും അത് വലിയ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് സുതി ഓടിക്കതച്ച് റൂമിൽ നിന്ന് വരികയാണ്. എന്താ അമ്മ എന്നെ വിളിക്കാഞ്ഞത്, നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നോ എന്നും ചോദിച്ച് ഓടി വരികയാണ്. അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇത് എന്തെങ്കിലും ഹോട്ടലൊന്നും അല്ലല്ലോ, സമയം അറിയില്ലേ കഴിക്കേണ്ടത്, അപ്പോൾ വന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് വേഗം സുതി വന്ന് തൻ്റെ പാത്രത്തിൽ പൂരിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ശ്രുതിയും വരികയാണ്. ശ്രുതിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് സച്ചി വരുന്നത്. അപ്പോൾ സച്ചി വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി പൂരി കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ നമ്മുടെ ശ്രുതി പൂരിയെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ അമ്പലത്തിൽ വഴിപാടും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചന്ദ്ര സത്യത്തിൽ അത് മറന്നുപോയി. അപ്പൊ സച്ചി വന്നിട്ട് ചോദിക്കാണ്, എന്താണ് ഈ കാണുന്ന കാഴ്ച, ഈ പൗഡർ ഏട്ടത്തിക്ക് എന്തേ ഇന്ന് വഴിപാടിന്റെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ, താൻ വെച്ചുണ്ടാക്കിയ ഉപ്പും മുളകും പുളിയൊന്നും കൂട്ടാത്ത ഭക്ഷണമല്ലേ കഴിക്കേണ്ടത്, ഇതെന്താ ഇങ്ങനെ കഴിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ചന്ദ്ര അപ്പോഴാണ് ഓർക്കുന്നത്. ചന്ദ്ര പറയുന്നുണ്ട്, അത് ശരിയാണല്ലോ, എന്താ ശ്രുതി നീ കാണിക്കാൻ പോകുന്നത്, ഞാനത് മറന്നു, നീ എഴുന്നേറ്റ് എന്ന് പറയാണ്. അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നതല്ലേ, അതൊന്നും സാരില്ല, അവൾ കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ പറ്റില്ല എഴുന്നേൽക്ക് ശ്രുതി എന്നും പറഞ്ഞിട്ട് ചന്ദ്ര കഴിക്കാനിരുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും ശ്രുതി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇപ്പൊ സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സച്ചി ഈ പൂരിയെ പറ്റിയിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട് ശ്രുതി. ആ സമയത്ത് ശ്രുതി കഴിക്കാനിരിക്കുമ്പോൾ ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, എടാ നീയൊക്കെ ഒരു ഭർത്താവാണോടാ, ഭാര്യ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഭർത്താവും കൂടെ കഴിക്കാതിരിക്കണ്ടേ, രേവതി ഞാൻ എങ്ങനെയാ, ഞാൻ കഴിക്കാതിരിക്കുമ്പോൾ നീ കഴിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതിയോടായിട്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ, അതുപോലെ തന്നെ അച്ഛൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മ കഴിക്കാറില്ലല്ലോ, ഇതെന്താ ഇവിടെ മാത്രം ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെയും അന്നം മുട്ടിക്കുന്നുണ്ട് സച്ചി. അങ്ങനെ ശ്രുതിയും ഇഷ്ടമില്ലാതെ തന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. ഞാനത് കഴിക്കട്ടെ എന്ന് ശ്രുതി നിർബന്ധം പിടിച്ചിട്ടും സച്ചി സമ്മതിക്കുന്നില്ല. അങ്ങനെ അവനും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നമ്മുടെ ശ്രുതിയോടായിട്ട് പറയാണ്, ഒരു കാര്യം ചെയ്യുക, അടുക്കളയിൽ ചെന്നിട്ട് നീ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ എന്ന് ചന്ദ്ര പറയുമ്പോൾ, വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ എന്തായാലും നേരത്തൂടെ തന്നെ വ്രതം തുടങ്ങിക്കോളാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സച്ചിയെ നോക്കിയിട്ട് അവിടെ നിന്നും പാർലറിലേക്ക് പോവുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ ജോലിക്ക് പോവാൻ നിൽക്കുന്ന നേരത്ത് രേവതി ആണെങ്കിൽ അവിടെ കോലം വരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ആ ഗേറ്റിന്റെ ആ ഭാഗത്തായിട്ട്. അപ്പോൾ കോലം വരയ്ക്കണ്ട എന്ന് ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്. അതെന്താ അമ്മേ, ഞാൻ കോലം വരച്ചാലെന്ന് ചോദിക്കുമ്പോൾ നീ വരയ്ക്കണ്ട എന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ ആ കോലം വരയ്ക്കാനുള്ള പൊടി എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇത് വരയ്ക്കാനൊന്നും അറിയില്ല, നീ വരച്ചാൽ മതി ഇന്ന് എന്നും പറഞ്ഞിട്ട് അവള് എന്തൊക്കെയോ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. അവൾ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്, എനിക്കറിയില്ല എന്ന്. അപ്പം പക്ഷെ ചന്ദ്രയുടെ നിർബന്ധ പ്രകാരം അവിടെ ഇവിടെയും കുറേ ആ പൊടി കൊണ്ട് കുറേ കുത്തൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം ഈ കോലം കണ്ടിട്ട് വേണം ജോലിക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ കോലം വരയ്ക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി ചെന്നിട്ട് വേഗം വരയ്ക്ക് എന്ന് പറയുമ്പോൾ, നീയും കൂടി സഹായിക്കടാ എന്ന് സച്ചി പറയുന്നുണ്ട് ശ്രുതിയോടായിട്ട്. അങ്ങനെ ശ്രുതി ചെന്ന് ആ കുത്തുകളൊക്കെ എന്തൊക്കെയോ യോജിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്ക് ആകെ നാണക്കേടാവുന്നുണ്ട് കോലം വരയ്ക്കാൻ അറിയാത്ത ശ്രുതിയെ കാണുമ്പോൾ. അപ്പോഴാണെങ്കിൽ രേവതി പലവട്ടം പറഞ്ഞു, ഞാൻ വരച്ചോണ്ട് അമ്മയെന്ന് പറയുമ്പോൾ സമ്മതിക്കുന്നില്ല ചന്ദ്ര. അപ്പം അച്ഛനാണെങ്കിൽ ചന്ദ്ര ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് കാണിക്കുകയാണ്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ഇത് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഓട്ടം പോകും, ഞാൻ എന്തായാലും എനിക്കൊരു വാടക വന്നിട്ടുണ്ട്, ഞാൻ പോകാണെന്നും പറഞ്ഞ് അവിടെ നിന്നും കാറും എടുത്ത് സച്ചി പോവാണ്. പോകുന്നത് വേറെ എവിടേക്കല്ല, ഒരു വാടക വന്നിട്ടുള്ളത് ഈ നമ്മുടെ ശ്രുതിയെ പറ്റിച്ചിട്ടൊരു 50 ലക്ഷം കൊണ്ടുപോയൊരു നീലിമയുണ്ടല്ലോ, അവളുടെ ഓട്ടമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ അവൾക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിനൊക്കെ വേണ്ടി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവൾ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു പാർലറിനെ കുറിച്ച് ഒരു കൂട്ടുകാരിയോട് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാരി പറയുന്നുണ്ട്, അത് അടച്ചുപോയി, അതിപ്പോൾ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ മേഡം, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഒന്നുമില്ല, പാർലറിൻ്റെ കാര്യം പറഞ്ഞതാണെന്ന് പറയുമ്പോൾ, എനിക്ക് പരിചയമുള്ളൊരു പാർലറും ഉണ്ട്, അവിടെ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തുതരും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, അതുകൊണ്ട് ഞാൻ അവിടെ ആക്കി തരണോ മേഡത്തിന് എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്ന് പറയാണ്. എന്നാൽ ആക്കി തായോ എന്ന് പറയുന്നു. അങ്ങനെ സച്ചി ആണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ പാർലറിലേക്ക്
ഈ നീലിമയെ ആക്കി കൊടുക്കുകയാണ്. അപ്പം നീലിമ അങ്ങനെ അവിടേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പം നീലിമയെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ശ്രുതി ഇവിടെ ഇരിക്കട്ട എന്നും പറഞ്ഞിട്ട് മാറി നിന്നിട്ട് ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ദേ നിങ്ങളെ പറ്റിച്ചു പോയി 50 ലക്ഷം തട്ടിയ നീലിമ എൻ്റെ പാർലറിലുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വായോ എന്ന് പറയാണ്. അപ്പം ശ്രുതി ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്ക് ഇവിടെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുരികം ത്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ നീലിമ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പുറകിലായിട്ട് ശ്രുതി നിൽക്കുന്നതാണ്. ശ്രുതിയെ കണ്ട് ആകെ അമ്പരന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. ആ സമയത്ത് നീ എന്താ കരുതിയത്, എന്നെ പറ്റിച്ച് നീ പണം കൊണ്ട് മുങ്ങാന്നാണോ കരുതിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ദേ മര്യാദയ്ക്ക് പൊക്കോ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും, നീ വിളിക്കേണ്ട ഞങ്ങൾ വിളിച്ചോണ്ട് എന്ന് പറയാണ്. അപ്പോൾ അതിന് മറുപടിയായി ശ്രുതിയും വർത്താനം പറയണേ കേൾക്കുമ്പോൾ നീലിമ ചോദിക്കുന്നുണ്ട്, നീ ആരാണ് ഇതിൽ ഇടപെടാനായിട്ട്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നീ ആരാന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ് ഇതെൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നീലിമ ഞെട്ടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചേർന്നിട്ട് എവിടേക്കാടി എഴുന്നേറ്റ് പോകണം, അവിടെ ഇരിക്കടി എന്നും പറഞ്ഞിട്ട് അവിടെ ബ്യൂട്ടി പാർലറിൽ തന്നെയുള്ളൊരു കത്രിക കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുകയാണ് ശ്രുതി. അപ്പോൾ നിങ്ങൾ വേഗം പോലീസിനെ വിളിക്കുക എന്ന് ശ്രുതിയോട് ആവശ്യപ്പെടുമ്പോൾ ശ്രുതി വേഗം തന്നെ പോലീസിനെ വിളിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട് നീലിമ. പക്ഷേ അവരുടെ ഭീഷണിയിൽ അവസാനം പോലീസ് വന്ന് നീലിമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നീലിമയെ കൂടെ തന്നെ നമ്മുടെ ശ്രുതിയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയുന്നുണ്ട്. എന്താണ് നിങ്ങൾ എന്തിനാണ് ഇവരുടെ 50 ലക്ഷം കൊണ്ടുപോയതെന്നൊക്കെ ചോദിക്കുമ്പോൾ നീലിമ പറയുന്നുണ്ട്, എൻ്റെ കൂടെ കുറച്ച് നാൾ കഴിഞ്ഞതാണ്, അതുകൊണ്ട് ആ പൈസ എനിക്ക് വേണം എന്ന് പറയാണ്. കുറച്ച് നാൾ ശ്രുതി കഴിഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ വക്കീലും കൂടെ വന്നിട്ടുണ്ട്. നീലിമയുടെ വക്കീൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വക്കീൽ പറയാണ്, മേഡം എന്തൊക്കെയാണ് ഈ പറയുന്നത്, നിങ്ങളെ തന്നെയാണ് ഈ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കർത്തം വേറെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയും പറയാണ്, നീ നിന്നെ തന്നെയാണ് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണം എനിക്ക് കിട്ടിയിരിക്കണം എന്ന് ശ്രുതി ഭയങ്കര ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ ആവശ്യപ്പെടുകയാണ്. കൊടുക്കില്ല എന്ന് ആദ്യം നീലിമ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി പൂ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഒരു നോട്ട് പാർക്കിൻ്റെ അവിടെ അവളുടെ വണ്ടി പാർക്ക് ചെയ്തു. പക്ഷെ അത് അവൾ ശ്രദ്ധിക്കാതെ ചെയ്തതാണ്. ആ സമയത്ത് അവളുടെ വണ്ടിയുമായി പോലീസ് ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സച്ചിയെ വിളിച്ചിട്ട് രേവതി വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി അവരുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പറഞ്ഞാൽ ഉള്ളിലേക്കല്ല പുറത്ത് വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് അവർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം SI ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അകത്ത് ഇവരുടെ ഈ കേസും കാര്യങ്ങൾക്കും വേണ്ടി അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ അകത്തേക്ക് വിളിക്കുന്നില്ല. പിന്നെ തന്നെയല്ല ഇവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വേറെ പോലീസാണ്. അപ്പം അതുകൊണ്ട് ആ പോലീസ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കൂടി കാത്തു നിൽക്കുകയാണ് സച്ചിയും രേവതി. അപ്പം രേവതി വലിയ ടെൻഷനിലാണ്, എൻ്റെ വണ്ടി ഇനി കിട്ടിയില്ല സച്ചിയേട്ടൻ വാങ്ങി തന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ഉള്ളിലാണെങ്കിൽ വീണ്ടും അവരിങ്ങനെ പൈസ ആവശ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയാണ്, എന്തായാലും നിങ്ങൾ ഈ പൈസ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം കൊടുത്തോ, ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ, ഇല്ലെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരെ പുറത്തേക്ക് കാനഡയിലേക്ക് പോകാനോ മറ്റോ ഒന്നും പറ്റില്ല. പിന്നെ തന്നെയല്ല നിങ്ങളുടെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൊക്കെ ഫ്രീസ് ആവും. പിന്നെ ജയിലിലും പോയി കിടക്കേണ്ടി വരും. ജയിലിൽ പോയി കിടന്ന് ഇപ്പോൾ അത് കോടതിയിലേക്ക് കേസ് പോയി കഴിഞ്ഞാലും കോടതി വിധിക്കാൻ പോണത് ഇതൊക്കെ തന്നെയായിരിക്കും. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം എന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് അതിന് നിൽക്കണ്ട, എന്താ ഞാൻ വേണ്ടത് എന്ന് SI ചോദിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ മാറി നിന്നിട്ട് നീലിമയോട് പറയുന്നുണ്ട്, അതെ സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, എന്തായാലും അവരുടെ പൈസ നിങ്ങൾ കൊണ്ടുപോയിട്ട് നിങ്ങൾ നല്ല രീതിയിലല്ലേ ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നത്, നിങ്ങൾക്കിപ്പോൾ ആ ഒരു 50 ലക്ഷം പോയാൽ ഇപ്പോൾ ഒന്നും വരാനില്ലല്ലോ, അതിൽ കൂടുതൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ശരിയാവില്ല എന്ന് നീലിമ പറയുമ്പോൾ, ശരിയായില്ലെങ്കിൽ പിന്നെ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരും, മേഡത്തിന് തന്നെയായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ശരി എന്ന് അർദ്ധസമ്മതം മൂളി നേരെ നീലിമ അവിടെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ 50 ലക്ഷം രൂപ തരാം എന്ന് പറയുമ്പോൾ ശ്രുതി എടുത്തഴിക്ക് പറയുന്നുണ്ട്, 50 ലക്ഷം തന്നാൽ പോരാ, ഇത്രയും നാൾ നീ ഞങ്ങളുടെ പൈസ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഒരു 3 ലക്ഷം രൂപ കൂടുതൽ തരണം, 53 ലക്ഷം രൂപ തരണം എന്ന് പറയുമ്പോൾ നീലിമ സമ്മതിക്കുന്നില്ല. സമ്മതിക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ പോകുന്ന ജയിലിൽ കടന്നു എന്ന് പറയാണ്. അപ്പോൾ പോലീസ് പറയാണ്, അത് ശരിയാണ്, അവർ ന്യായമായ രീതിയിലല്ല അവർ ചോദിച്ചത്, ഇത്രയും നാൾ നിങ്ങൾ ആ പൈസ കൊണ്ട് നടന്നില്ല, അപ്പോൾ അവർക്ക് ന്യായമായ രീതിയിലുള്ള ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത്. അപ്പോൾ 53 ലക്ഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ആ ഒരു ഫോമിൽ കാര്യങ്ങളിലൊക്കെ ഒപ്പിടിക്കുകയാണ് എല്ലാവരെ കൊണ്ടും. അതായത് നമ്മുടെ സുധിയുടെ സാക്ഷിയായി ശ്രുതിനെ കൊണ്ട് ഒപ്പിടിക്കുന്നുണ്ട്. നീലിമയ്ക്ക് സാക്ഷിയായി വക്കീലിനെ ഒപ്പിടിക്കാൻ പറ്റില്ല എന്ന് പോലീസ് പറയുമ്പോൾ നീലിമ പറയാണ് എനിക്കിവിടെ ആരെയും പരിചയമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, അവിടുത്തെ പോലീസ് ഈ ഒരു ഫയലും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ പോലീസ് സച്ചിയെ പരിചയമുണ്ട്. അപ്പോൾ ആ പോലീസ് പറയാണ് ഇവളും കൂടി നീലിമയും കൂടി ചെല്ലുന്നുണ്ട്. അപ്പം നീലിമയും സുധിയും തമ്മിലുള്ള ഇടപാടും കാര്യങ്ങളും ഒന്നും തന്നെ സച്ചിക്ക് അറിയില്ല. അപ്പം സച്ചിയോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു കേസിന്റെ ഒത്തുതീർപ്പിന് വേണ്ടിയാണ് ഇവിടെ ഒന്ന് ഒപ്പിടണം സാക്ഷിയായിട്ട്, ഈ മേഡത്തിന് സാക്ഷിയായിട്ട് എന്ന് ആ പോലീസ് ആവശ്യപ്പെടുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും പറ്റിയില്ല, കാരണം എന്ത് കേസാണ് ഏത് കേസാണെന്നൊന്നും അറിയില്ല, എനിക്കത് പിന്നീട് വല്ല പുലിവാലും ഉണ്ടാകും എന്ന് സച്ചി പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പോലീസ് ഉറപ്പ് കൊടുത്തതിന് ശേഷം നമ്മുടെ സച്ചി അവിടെ ഒപ്പിടുന്നുണ്ട്. എന്തായാലും അത് പിന്നീട് വലിയ തലവേദനയായി മാറും. നമ്മുടെ രവീന്ദ്രനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി ആണെങ്കിൽ ഇതൊന്നും അറിയാതെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അപ്പം തന്നെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് 53 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ശ്രുതിക്കും ഒരുപാട് സന്തോഷമാവുകയും ചെയ്യാണ്. അങ്ങനെ അവർ തമ്മിൽ എന്നിട്ട് നീലിമ പറയുന്നുണ്ട് അതെ എന്തായാലും നീ ഇതുകൊണ്ട് അനുഭവിക്കുള്ളൂ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളികളൊക്കെ ആയിട്ടാണ് നീലിമ പുറത്തേക്ക് പോകുന്നത്. അതിനുശേഷം ഈ നമ്മുടെ രേവതിയുടെ വണ്ടി വിട്ടുകിട്ടുന്നുണ്ട്. അവരവിടെ പിഴ അടയ്ക്കുമ്പോൾ അത് വിട്ടുകിട്ടി അവരും അവിടെ നിന്നും പോവാണ്. പക്ഷെ ഇവർ രണ്ടു കൂട്ടരും പരസ്പരം ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണുന്നില്ല. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. പിന്നീടാണെങ്കിൽ ശ്രുതി പറയാണ് എന്തായാലും ഈ പണം അച്ഛന് തിരികെ ഏൽപ്പിക്കാം, എത്ര നാളെന്ന് വെച്ചിട്ടാ ഈ സച്ചിയുടെ ഈ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുക, ആ പണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ വീട്ടിൽ തല ഉയർത്തി പിടിച്ച് നടക്കാം എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ശ്രുതി പറയാണ് നിങ്ങൾ സത്യത്തിൽ ഒരു പൊട്ടനാണോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിയെടുത്തത് വല്ല പൈസയും കൊടുത്തിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ അറിയാതെ ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്തായാലും കാനഡയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കില്ല, അവിടെ ഒരു 14 ലക്ഷം രൂപ നിങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ ഈ പൈസ അതിൽ നിന്ന് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൈസ എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ചെയ്യാം. പിന്നെ കാനഡയിൽ പോയിട്ട് ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടും. അപ്പോൾ അവരുടെ പൈസ 50 ലക്ഷം രൂപ തിരികെ കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണല്ലേ എന്ന് ശ്രുതിയോട് പറയണം. അങ്ങനെ വേഗം തന്നെ അവര് ആ ട്രാവൽസിൽ ചെന്നിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടാ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടി ആ ട്രാവൽസിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ജോബ് വേക്കൻസി അവിടെ പോയി, കാരണം മറ്റൊരാള് പൈസയുമായി വേഗം വന്നതിനാൽ അയാൾക്ക് ആ ജോബ് കൊടുക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും ജോബ് വേക്കൻസി വരാണെങ്കിൽ പറയണമെന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോൾ അദ്ദേഹം ആ ട്രാവൽസിൽ ആള് പറയാണ് താങ്കൾക്ക് ഇനി അങ്ങനെ അപേക്ഷിക്കാൻ പറ്റൂല, കാരണം താങ്കളുടെ ഏജ് ഓവർ ആയി തുടങ്ങി, ഈ വർഷം മാത്രമേ ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നുള്ളൂ, ഇനി ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഏജ് ഓവർ ആയി, ഇനി അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ വളരെ നിരാശയോടുകൂടി തന്നെ ശ്രുതി അവിടെ നിന്നും പോരുകയാണ്. അതിനുശേഷമാണ് സുധിയും ശ്രുതിയും ഒക്കെ ആലോചിച്ചിട്ട് സച്ചി മുഖാന്തരം തന്നെ ഒരു വലിയൊരു ഷോപ്പൊക്കെ ആരംഭിക്കുന്നത്. ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC അങ്ങനെയുള്ള ഒരു വലിയൊരു ഷോപ്പൊക്കെ അവർ ആരംഭിക്കുന്നത് ഈ പണം വെച്ചിട്ടാണ്. ഈ പണം വീട്ടിൽ അവർ അറിയിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ ഒരു പണം കിട്ടിയതും നീലിമയെ കണ്ടെത്തിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരറിയിക്കാതെ അവർ ആ പൈസ വെച്ച് കളിച്ച് ഇങ്ങനെ അവരുടേതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.